ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മിക്കവാറും നിങ്ങളുമായിട്ട് ഒരുപാട് നാളായിട്ട് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്നില്ല. മേ ബി അവരുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അവർക്ക് അവരുടെ ലൈഫിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. അങ്ങനെ ഏതോ ഡീപ്പായിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ് അവർ നിങ്ങളോട് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായത് എന്നവർ ചിന്തിക്കുകയാണ്. ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല. അതിനൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തുമാത്രം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവർക്ക് ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയാത്തതിൽ അവരും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു ഫാമിലി ലൈഫുള്ള വ്യക്തികളായിരിക്കണം. ആ വ്യക്തി നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും പരിചയപ്പെടുകയോ അവരുമായിട്ട് നിങ്ങളുമായിട്ട് അഫെയറിലാവുകയോ ചെയ്തതിന് ശേഷം ആ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ടും നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്തതായിരിക്കാം. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പലരും മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുന്നുണ്ടാവാം. മേ ബി നിങ്ങളായിരിക്കാം ഒരു മാനിഫെസ്റ്റേഷൻ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. കൂടുതലും മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തികളായിരിക്കാം സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് പോലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐ തിങ്ക് ഓഫ് യു ഓൾ ഡേ ലോങ്. അതായത് ദിവസം മുഴുവനും നിങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. യുവർ വോയിസ് റെസനേറ്റ്സ് ഡീപ്ലി ഇൻ മൈ സോൾ. അതായത് നിങ്ങളുടെ ആ ഒരു ശബ്ദം ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഫോണിലൂടെ നിങ്ങളുടെ വോയിസ് ആ വ്യക്തിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്ന സമയം ഉണ്ടായിരിക്കും. ആ വ്യക്തിയുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ ഒരു വോയിസ് ആണ് നിങ്ങളുടേത് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. യു ലവ് മീ ലൈക്ക് നോ അതർ. അതായത് മറ്റാരും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുത്ത അത്രയും പ്രണയം കൊടുത്തിട്ടില്ല എന്നും ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. യു ലവ് മീ ലൈക്ക് നോ അതർ. അതായത് മറ്റൊരു വ്യക്തിയും ആ വ്യക്തി ഇന്ന് വരെ നിങ്ങൾ പ്രണയിച്ചതുപോലെയോ സ്നേഹിച്ചതുപോലെയോ സ്നേഹിച്ചിട്ടില്ല എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. അതായത് നിങ്ങളുമായിട്ട് ഒരു റൊമാൻറ്റിക് കണക്ഷൻ വേണമെന്ന് ആ വ്യക്തി ഒത്തിരിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ ആരോ ഒത്തിരി ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പലരും സ്പിരിച്വലി കണക്റ്റഡ് ആണ്, സ്പിരിച്വലി അവേക്കനിങ് സ്റ്റേറ്റിലാണ്. മേ ബി ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു വാക്ക് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഒത്തിരി വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് അവർ പറഞ്ഞൊരു വാക്കിനാൽ നിങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ വാക്ക് ആ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എങ്കിലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരുപാടായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒറ്റപ്പെട്ടതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു എനർജി വൈബ്രേഷൻ കിട്ടുന്നത് ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ട്. അവരുടെ ലൈഫിൽ ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ട്. അതായത് മേ ബി ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. മേ ബി ചിലർക്ക് ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ
നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെയിം കാസ്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാസ്റ്റ് റിലീജിയൻ പ്രോബ്ലം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. എന്നാലും ചില ആൾക്കാർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. അവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവർ അല്ലെങ്കിൽ ആ ഒരു മേ ബി അതൊരു മൂന്നാമതൊരു പേഴ്സൺ ആയിരിക്കില്ല, ഒരു ഒരു സാഹചര്യവും ആയിരിക്കാം. ആ ഒരു സാഹചര്യവുമായിട്ട് ആ വ്യക്തി ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. അതുമല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫാമിലിയുമായിട്ട് ഒത്തിരി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷനോ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് അവർക്ക് കുറഞ്ഞു പോയ ഒരു സാഹചര്യമായിരിക്കാം വന്നിട്ടുള്ളത്. ടച്ചിങ് യു ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഫീലിംഗ് എവർ. അതായത് ആ വ്യക്തി നിങ്ങളെ സ്പർശിക്കുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളെ തൊടുമ്പോഴാണ് കൂടുതലായിട്ടും ആ വ്യക്തിക്ക് കൂടുതൽ ഇൻസ്പിറേഷനും ഒരുപാട് ഫീലിങ്സും ഉണ്ടാവുന്നത്. ആ ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. യു കെയർ ആൻഡ് കംഫർട്ട് മീ വെൻ ഐ ആം ഇൻ എ ബാഡ് മൂഡ്. അതായത് ആ വ്യക്തി ഒരു ബാഡ് മൂഡിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാടായിട്ട് ആ വ്യക്തി കെയർ ചെയ്തിരുന്നു, ആ വ്യക്തിക്ക് ഒരു കംഫർട്ട് നിങ്ങൾ നൽകിയിരുന്നു. ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് ഇപ്പോഴും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗദർ. അതായത് നിങ്ങളുമായിട്ട് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ, അതായത് നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് ആ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു ടൈമിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏഞ്ചൽ സൈൻസ് നിങ്ങളുടെ കാണുന്നുണ്ടാവാം. എങ്കിൽ നിങ്ങളുടെ ഈ ഒരു പോസിബിലിറ്റി, ഒരു റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു സിറ്റുവേഷനിൽ.